വിജയ് ആരാധകരെ ഒന്നടങ്കം ഒരേ സമയം ആവേശത്തിലും അതുപോലെ തന്നെ സങ്കടത്തിലുമാക്കുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ദളപതി വിജയ് സജീവ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുമെന്ന തരത്തിലുള്ള അഭ്യൂഹങ്ങൾ ഏറെ കാലമായി നിലവിലുള്ളതാണ്. എന്നാൽ നടൻ വിജയ് തന്റെ രാഷ്ട്രീയ പ്രവേശനം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. വിജയുടെ ആരാധക സംഘടനയായ വിജയ് മക്കൾ ഇയക്കവുമായി ചേർന്ന് കഴിഞ്ഞ കുറച്ചു കാലമായി വിജയ് നടത്തിക്കൊണ്ടിരിക്കുന്ന സാമൂഹിക പ്രവർത്തനങ്ങളൊക്കെ തന്നെ രാഷ്ട്രീയ പ്രവേശനത്തിലേക്കുള്ള ഒരു നീക്കമായാണ് ഇപ്പോൾ വിലയിരുത്തപ്പെടുന്നത്. രാഷ്ട്രീയം തനിക്ക് ഹോബി അല്ലെന്ന് വിജയ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. മാത്രമല്ല, ഈ ഒരു രാഷ്ട്രീയ പ്രവേശനത്തോടെ വിജയ് സിനിമാ രംഗത്ത് നിന്നും വിട്ട് പൂർണ്ണമായും രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങും എന്ന സൂചനകളാണ് ഇന്നിറക്കിയ വാർത്താക്കുറിപ്പിൽ ഒക്കെ തന്നെ പറയുന്നത്. തമിഴ് വെട്രി കഴകം എന്ന് പേരിട്ടിരിക്കുന്ന രാഷ്ട്രീയ പാർട്ടി ആഴ്ചകൾ നീണ്ട രാഷ്ട്രീയ ചർച്ചകൾക്ക് ശേഷമാണ് ഉടലെടുത്തത്. പക്ഷേ വരുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ വിജയുടെ ഈ രാഷ്ട്രീയ പാർട്ടി ഉണ്ടായിരിക്കില്ല. എന്നാൽ അതേസമയം 2026 തമിഴ്നാട് നിയമസഭാ തിരഞ്ഞെടുപ്പാണ് വിജയ് ലക്ഷ്യമിടുന്നത്. അതേസമയം തമിഴകത്തെ ഇപ്പോഴത്തെ ഏറ്റവും വിലയേറിയ താരമാണ് വിജയ്. അതുകൊണ്ട് തന്നെ വിജയുടെ സിനിമാ കരിയർ എന്താകും എന്നത് വളരെയേറെ ചർച്ചാ വിഷയമാകുന്നുണ്ട്. നിലവിലിപ്പോൾ വെങ്കിട്ട് പ്രഭു സംവിധാനം ചെയ്യുന്ന ഗോഡ് സിനിമയിലാണ് വിജയ് അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത്. ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ഒക്കെ ചെന്നൈയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ചിത്രത്തിന് ശേഷം വിജയ് മറ്റൊരു ചിത്രത്തിൽ കൂടി അഭിനയിക്കുമെന്നാണ് പറയുന്നത്. തന്റെ പാർട്ടി പ്രവർത്തനങ്ങൾക്ക് തടസ്സം സൃഷ്ടിക്കാതെ ദളപതി 69 എന്ന് പേരിട്ടിരിക്കുന്ന ചിത്രം പൂർത്തിയാക്കുമെന്നും വിജയ് തന്നെ പറയുന്നുണ്ട്. ഈ ചിത്രങ്ങൾക്കൊക്കെ ശേഷം പിന്നീട് പൂർണ്ണമായും ജനസേവനത്തിലായിരിക്കും വിജയ് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. പിന്നെ വന്നിട്ടുള്ള റിപ്പോർട്ടുകളൊക്കെ പ്രകാരം JDVV എന്റർടൈൻമെന്റിന്റെ ചിത്രത്തിൽ നായകനായേക്കും എന്ന തരത്തിലുള്ള വാർത്തകളൊക്കെ വരുന്നുണ്ട്. രാജമൗലിയുടെ RRR നിർമ്മിച്ചത് DVV എന്റർടൈൻമെന്റ്സിന്റെ ബാനറിലാണ്. DVV വരാനിരിക്കുന്ന ചിത്രത്തിൽ വിജയ് നായകനാകുന്നു എന്ന അപ്ഡേറ്റുകളൊക്കെ തന്നെ ആരാധകരെ വളരെയധികം ആവേശത്തിലാക്കിയ വാർത്തയായിരുന്നു. ദ ഗോഡ് റിലീസായിട്ട് മാത്രമേ പുതിയ ചിത്രത്തിൽ ദളപതി വിജയ് എത്തുകയുള്ളൂ എന്ന് വ്യക്തമാണ്. ഇത് തന്നെയാണ് ട്രേഡ് അനലിസ്റ്റുകളും പറയുന്നത്. എന്നാൽ അതേസമയം വിജയുടെ വരാനിരിക്കുന്ന ചിത്രമായ ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം ഫസ്റ്റ് ലുക്ക് അടക്കം വൻ ചർച്ചയായി മാറിയതിനാൽ വിജയ് ആരാധകർ ആവേശത്തിലാണ് എന്നൊക്കെയാണ് അറിയാൻ സാധിക്കുന്നത്. സംവിധായകൻ വെങ്കിട്ട് പ്രഭുവിന്റെ പുതിയ ചിത്രത്തിൽ വിജയ് 2 വേഷങ്ങളിലെത്തുമ്പോൾ നടനെ ചെറുപ്പമാക്കുന്നത് ഡി-ഏജിംഗ് സാങ്കേതിക വിദ്യ ഉപയോഗിച്ചാണ് എന്ന് നേരത്തെ റിപ്പോർട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. ഇത്തരത്തിലുള്ള വാർത്തകളൊക്കെ തന്നെ ആരാധകർ ഏറ്റെടുത്തതുമാണ്. അതേസമയം വരാനിരിക്കുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വിജയുടെ രാഷ്ട്രീയ പാർട്ടി മത്സരിക്കുന്നില്ല, ഈ തെരഞ്ഞെടുപ്പിൽ ആരെയും പിന്തുണയ്ക്കില്ല എന്നൊക്കെ അദ്ദേഹം തന്നെ പറയുന്നുണ്ട്. 2 വർഷത്തിന് ശേഷം നടക്കാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വിജയ് ഭരണം പിടിക്കുകയാണ് ലക്ഷ്യമെന്നും വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. പാർട്ടിയുടെ ആദ്യ യോഗം ശനിയാഴ്ചയാണ് നടക്കാനിരിക്കുന്നത്. ശനിയാഴ്ച ജില്ലാ സെക്രട്ടറിയുമായി വിജയ് കൂടിക്കാഴ്ച നടത്തുകയും ചെയ്യും. 49ാമത്തെ വയസ്സിലാണ് വിജയുടെ ഈ രാഷ്ട്രീയ പ്രവേശനം. ജനുവരി 26 തന്റെ വീട്ടിൽ വിളിച്ചു ചേർത്ത പാർട്ടി നേതാക്കളുടെ യോഗത്തിൽ വിജയ് തന്റെ നിലപാട് പ്രഖ്യാപിച്ചിരുന്നതാണ്. ആരാധക കൂട്ടായ്മയായ വിജയ് മക്കൾ ഇയക്കത്തിന്റെ യോഗത്തിൽ വെച്ച് സ്വന്തം പാർട്ടി തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ രജിസ്റ്റർ ചെയ്യാനുള്ള തീരുമാനവും വിജയ് അറിയിച്ചിരുന്നതാണ്. കഴിഞ്ഞ ദിവസമായിരുന്നു വിജയ് മക്കൾ ഇയക്കത്തിന്റെ യോഗത്തിൽ വിജയ് പങ്കെടുത്തത്. മണിക്കൂറുകളോളം നീണ്ടുനിന്ന യോഗത്തിൽ വിജയ് പങ്കെടുക്കുകയും യോഗത്തിൽ ആരാധക കൂട്ടായ്മയുടെ നേതൃത്വത്തിലെ പ്രമുഖർ ഈ വരുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തന്നെ മത്സരിക്കണമെന്ന ആവശ്യമൊക്കെ മുന്നോട്ട് വയ്ക്കുകയും ഒക്കെ ഉണ്ടായിരുന്നു. എന്നാൽ 2026 നിയമസഭാ തിരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടാവണം പ്രവർത്തനമെന്ന് വിജയ് തന്നെ നിർദ്ദേശിക്കുകയായിരുന്നു. പാർട്ടി പ്രഖ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ വരും ദിവസങ്ങളിൽ തമിഴ്നാട്ടിലെ പൗരപ്രമുഖരുമായി വിജയ് കൂടിക്കാഴ്ച നടത്തുമെന്നും ഒക്കെയാണ് ഇപ്പോൾ വിവരം ലഭിക്കുന്നത്. മുൻപ് തമിഴ്നാട്ടിൽ ഇളയ ദളപതി വിജയ് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുമെന്ന അഭ്യൂഹങ്ങൾ നിലനിന്നപ്പോൾ തന്നെ ഏറെ പ്രതിസന്ധിയിലൂടെയായിരുന്നു തമിഴ് രാഷ്ട്രീയം അപ്പോൾ കടന്നുപോയത്. ഇപ്പോൾ വിജയ് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയത് പല പാർട്ടികൾക്കും ഒരു വെല്ലുവിളി സൃഷ്ടിക്കുമെന്നതിൽ ഒട്ടും സംശയമില്ല. ഇതിങ്ങനെ കലങ്ങി മറിയുമ്പോൾ രാഷ്ട്രീയ നേതൃത്വങ്ങളുടെ ചങ്കിടിപ്പാണ് വർദ്ധിക്കുന്നത്. ദ്രാവിഡ പാർട്ടികൾക്ക് വളക്കൂറുള്ള ഒരു മണ്ണിൽ
ശക്തമായ ദ്രാവിഡ പാർട്ടി അല്ലാതെ തിരഞ്ഞെടുപ്പിനെ മറ്റാരെങ്കിലും നേരിടുന്നത് വളരെ ചരിത്രപരമാണ്. അണ്ണാ DMKയുടെ തകർച്ചയിൽ വിജയം ഉറപ്പിച്ച DMKയെ സംബന്ധിച്ച് അപ്രതീക്ഷിത എതിരാളികളാണ് ഇപ്പോൾ ഉദയം കൊണ്ടിരിക്കുന്നത്. അത് മറ്റാരുമല്ല, ദളപതി വിജയ് തന്നെയാണ്. നമുക്കറിയാം, നീണ്ട അഭ്യൂഹങ്ങൾക്ക് ശേഷം വിജയ് രാഷ്ട്രീയത്തിൽ ഇറങ്ങുമെന്ന് ഇപ്പോൾ ഉറപ്പിച്ചിരിക്കുകയാണ്. ഈയൊരു തീരുമാനം പല രാഷ്ട്രീയ പാർട്ടികൾക്കും വെല്ലുവിളി തന്നെയാണ്. തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ദളപതിയുടെ ഫോട്ടോ മാത്രം ഉയർത്തിക്കാട്ടി പ്രചരണം നടത്തിയപ്പോൾ മത്സരിച്ച 90% വിജയാരാധകരും ജയിച്ച നാടാണത്. അതുകൊണ്ട് തന്നെയാണ് വിജയ് നടത്തുന്ന നീക്കത്തെ ഗൗരവമായി രാഷ്ട്രീയ പാർട്ടികളും നോക്കിക്കാണുന്നത്. വിജയ് രാഷ്ട്രീയത്തിലിറങ്ങിയാൽ തീർച്ചയായും സകല രാഷ്ട്രീയ പാർട്ടികളുടെയും കണക്കുകൂട്ടലുകളാണ് തെറ്റാൻ പോകുന്നത്. സിനിമാ താരങ്ങളായ MG രാമചന്ദ്രനും ജയലളിതയും മുഖ്യമന്ത്രിമാരായ നാടാണത്. അത് തിരിച്ചറിയേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ വിജയുടെ രാഷ്ട്രീയ പ്രവേശനം മറ്റു പാർട്ടികൾക്കുള്ളിൽ ഒരു വലിയ കോളിളക്കം തന്നെ സൃഷ്ടിക്കുന്നതാണ്.